ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിന്റെ ആദ്യത്തെ ബാച്ച് അഡ്മിഷൻ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ബിക്കോസ് നമുക്ക് 30 സ്റ്റുഡൻസ് ഓൾറെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ 30 സ്റ്റുഡൻസ് വെച്ചിട്ട് നമ്മുടെ അഡ്മിഷൻ ക്ലോസ് ആക്കിയിരിക്കുകയാണ്. അപ്പം ഇനി നമ്മുടെ സെക്കൻഡ് ബാച്ച് ജൂലൈ 21 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഇൻഫർമേഷനും കൂടെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് ഞാൻ ഓൾറെഡി നമ്മുടെ എൻ്റെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്കമിങ് സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു 15ഓളം എക്സാംസ് നമുക്ക് അതിൽ ഞാൻ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ തൊട്ട് സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ഉണ്ട്, അതുപോലെ തന്നെ ലെവൽ എക്സാംസ് ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് LSTD ഡിപ്പാർട്ട്മെന്റിൽ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ, സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ, അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്ന എക്സാംസ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഈ 15ഓളം എക്സാംസിനെ നേരിടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ അപ്കമിങ് ആയിട്ടുള്ള 2 വർഷത്തിനുള്ളിൽ ഈ എക്സാംസ് ഒക്കെ വിളിക്കാൻ ചാൻസസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ 2 വർഷം കൊണ്ട് നമുക്ക് ഏത് തരത്തിലെ എക്സാംസിലോട്ടും സ്വിച്ച് ചെയ്ത് നമ്മുടെ കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരു ലെവൽ എക്സാമിന് പഠിക്കുവാണെങ്കിൽ പിന്നീട് വരുന്ന ഓവർസിയർ എക്സാംസിന് നമുക്ക് അതിൻ്റെ അടുപ്പിച്ച് തന്നെ ഡേറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ എഴുതാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമൺലി ഒരു എക്സാമിന് വേണ്ടി കോൺസെപ്റ്റ് മനസ്സിലാക്കി ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് സ്വിച്ച് ചെയ്യുന്ന രീതി ഇതുവരെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇനി നമ്മൾ അഡോപ്റ്റ് ചെയ്തേ മതിയാവും. അതിനുള്ള കാരണം കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ നടന്ന 12ഓളം എക്സാംസ് ആണ് അതിന് ഉദാഹരണം എന്ന് പറയുന്നത്. അതായത് ഓരോ ആഴ്ചയും എല്ലാ വ്യാഴാഴ്ചകളിലും എക്സാം എന്ന രീതിയിൽ ജൂൺ മാസം ഫുള്ള് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ എക്സാം എഴുതിയ മാസമാണ്. അപ്പൊ അതിൽ ആ ഒരു സമയത്ത് ആ ഒരു എക്സാമിന് ആ ഒരു മാസത്തിൽ പെർഫോം ചെയ്തവർക്ക് മാത്രമാണ് ഇപ്പൊ ജോലി പോലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും ഇപ്പോഴും നമ്മൾ സർവീസിൽ കയറാതിരിക്കുന്നത്. അപ്പൊ എന്താണ് ആ മിസ്റ്റേക്ക് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അത് റെക്ടിഫൈ ചെയ്തില്ലെങ്കിൽ ഇനിയും നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് എക്സാം വന്നു കഴിഞ്ഞാൽ എല്ലാ എക്സാംസും നമുക്ക് ഒരുപോലെ ഫേസ് ചെയ്യാനോ ക്രാക്ക് ചെയ്യാനോ സാധിക്കത്തില്ല. അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു PSCയുടെ നമ്മൾ എക്സാംസ് എല്ലാം ഒരുപാട് ഡിലേ ചെയ്ത് കൊണ്ടുപോകാതെ, അല്ലെ എല്ലാ എക്സാംസും ഒരേ ക്വാളിഫിക്കേഷൻ അല്ലെ ഒരേ കാറ്റഗറിയിലുള്ള ആൾക്കാർ എഴുതുന്ന എക്സാംസ് ഒരുമിച്ച് കൊണ്ടുപോയി നമുക്ക് മോണിറ്ററി കാര്യങ്ങളും അതുപോലെ തന്നെ ഇൻവിജിലേഷന്റെ കാര്യങ്ങളും എല്ലാം എളുപ്പപ്പെടുത്താനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനിയും ആ ഒരു പ്രവണത കണ്ടേക്കാം വരും വർഷങ്ങളിൽ. അപ്പൊ നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം ഒരുമിച്ച് വരികയും ഈ നോട്ടിഫിക്കേഷൻസിന്റെ എക്സാം എല്ലാം ഒരു മാസത്തിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു എക്സാം മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുകയോ ഒന്നും നമുക്ക് പറ്റത്തില്ല. മാത്രമല്ല കഴിഞ്ഞ വർഷം ഞാൻ തന്നെ നേരിട്ട് എനിക്ക് പരിചയമുള്ള ഒരു പറ്റം ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു. ആദ്യം ലെവൽ എക്സാം PWD ഇറിഗേഷനും വരുന്നുണ്ട്. ഓഫ് കോഴ്സ് തന്നെ ഞങ്ങൾക്ക് വേണമെന്ന് കരുതി പഠിച്ചവര് എക്സാം അടുപ്പിച്ച് എക്സാം ഡേറ്റ് ഒക്കെ വന്ന് അവസാന ഘട്ടം എത്തിയപ്പോൾ ഓവർസിയർ എക്സാം മതി എന്നുള്ള രീതിയിലേക്ക് സ്വിച്ച് ചെയ്ത് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു ചേഞ്ച് വന്നത്? അവർ വലിയ ടാർഗറ്റ് ഉപേക്ഷിച്ച് ചെറിയ ടാർഗറ്റിലേക്ക് മാറുകയാണ് ചെയ്തത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല ഈ എക്സാമിനെ നേരിടാനായിട്ട്. അപ്പൊ നമ്മുടെ കോൺസെപ്റ്റ് ആദ്യം സ്ട്രോങ് ആക്കി വെക്കുക. ഇപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒന്നും നമ്മുടെ കയ്യിൽ ആകെ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയറിന്റെയും തേർഡ് ഗ്രേഡ് ഓവർസിയർ വാട്ടർ അതോറിറ്റിയുടെയും നോട്ടിഫിക്കേഷൻ ആണ് അറ്റ് പ്രസന്റ് നമ്മുടെ കയ്യിലുള്ളത്. ഈ നോട്ടിഫിക്കേഷൻസ് വെച്ചുകൊണ്ട് തന്നെ ഇനി നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബേസ്, അതായത് നമ്മുടെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നമ്മുടെ കോൺസെപ്റ്റ് സ്ട്രോങ് ആക്കി വെക്കുക. കോൺസെപ്റ്റ് നമ്മൾ വൺസ് സ്ട്രോങ് ആക്കി വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ തിയറി സബ്ജക്ട്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, സർവേയിങ്, എസ്റ്റിമേഷൻ, കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷൻ, ഇതെല്ലാം നമുക്ക് എല്ലാ എക്സാംസിനും വേണ്ടതാണ്. അത് സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും എല്ലാ എക്സാംസിനും ഈ സബ്ജക്ട്സ് ഒക്കെ നമുക്ക് ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളതും പഠിക്കേണ്ടതുമാണ്. അപ്പൊ ഇതിനകത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ ബ്രിക്സ് നമ്മൾ എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങുകയാണ്. ബ്രിക്സ് ഓഫ് കോഴ്സ് തിയറിയാണ്, നമ്മൾ മറന്നു പോകാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ്. പക്ഷെ നമ്മൾ മറന്നു പോകാൻ പാടില്ല, ബിക്കോസ് നമുക്ക് വരുന്ന എക്സാംസ് ഒക്കെ നേരിടാം. അപ്പൊ നമ്മൾ ബ്രിക്സിനെ കുറിച്ച് എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പൊ നമ്മൾ അത് ഇന്ന് പഠിച്ചു, നമ്മൾ ഒരു 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും റിവൈസ് ചെയ്തു, അടുത്ത മാസം പഠിച്ചു, അങ്ങനെ എല്ലാ മാസവും പഠിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ നിലനിൽക്കും. നമ്മൾ മറന്നു പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പക്ഷെ നേരെ മറിച്ച് ഇപ്പൊ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ മാറ്റി ലെവൽ എക്സാം പഠിക്കുമ്പോൾ ആദ്യം സ്ട്രക്ചറൽ സബ്ജക്ട്സ് മാത്രം പഠിച്ചു, സ്ട്രക്ചറൽ സബ്ജക്ട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കോൺഫിഡൻസ് കാണുന്നില്ല. ശരി, ഞാൻ എന്നാൽ ഓവർസിയർ എക്സാംസിലേക്ക് സ്വിച്ച് ചെയ്യാം. അപ്പോൾ ഓവർസിയർ എക്സാംസിനെ സംബന്ധിച്ച് ഈ ബിൽഡിംഗ് മെറ്റീരിയൽസും ബിൽഡിംഗ് കൺസ്ട്രക്ഷനും ഒക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരിക. അപ്പൊ നമ്മൾ തിയറി അവസാന നിമിഷം പഠിക്കാൻ നോക്കുന്നു, അതുകൊണ്ട് നമ്മളത് മറന്നു പോകുന്നു. എക്സാം ഹോളിൽ സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതെല്ലാം മറന്നു. അപ്പൊ നമ്മൾ എപ്പോഴും അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഹാൻഡ് നമ്മൾ പാടുള്ള സബ്ജക്റ്റും എളുപ്പമുള്ള സബ്ജക്റ്റും ഒരേപോലെ പലതവണ പഠിച്ച് കോൺസെപ്റ്റ് സ്ട്രോങ് ആക്കി കൊണ്ടുപോകാം. അപ്പൊ നമുക്കിപ്പം നമ്മുടെ സ്ട്രക്ചറൽ സബ്ജക്ട്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ സ്ട്രക്ചറൽ സബ്ജക്ട്സ് എന്ന്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മോസ് ഉണ്ട്, മെക്കാനിക്സ് ഉണ്ട്, സ്ട്രക്ചറൽ അനാലിസിസ് ഉണ്ട്, RCC ഉണ്ട്, സ്റ്റീൽ ഉണ്ട്. ഇതെല്ലാം പഠിക്കുമ്പോൾ ഇത് കുറച്ച് ആദ്യം ചിലപ്പോൾ ഹാർഡ് ടു ഡൈജസ്റ്റ് ആയിട്ട് തോന്നും. പക്ഷെ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടും എല്ലാ ലെവലിലുള്ള ആൾക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മുടെ സ്ട്രക്ചറൽ ക്ലാസ്സസ് പോകുന്നത്. അപ്പം സ്ട്രക്ചറൽ സബ്ജക്ട്സ് പഠിക്കുമ്പം കുറേ പ്രോബ്ലംസ് ചെയ്ത് നമ്മൾ കുറേ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിന് ഒരേ മെത്തഡോളജിയാണ് ഫോളോ ചെയ്യുന്നത്. അതിൽ നിന്ന് സ്വിച്ച് ചെയ്ത് കുറച്ച് തിയറി സബ്ജക്ട്സ് പഠിക്കണമെങ്കിൽ നമ്മൾ തിയറി സബ്ജക്ട്സ് ക്ലബ് ചെയ്താണ് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് പോകുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റഡി പ്ലാൻ തന്നെയാണ്. ഈ സ്റ്റഡി പ്ലാൻ തന്നെ നമ്മൾ അതായത് ഇപ്പം നമുക്ക് ഒരു പാടുള്ള സബ്ജക്റ്റ്, ഒരു എളുപ്പമുള്ള സബ്ജക്റ്റ് ക്ലബ് ചെയ്തായിരിക്കും ഒരു ദിവസത്തെ സ്റ്റഡി പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഒരു തിയറി സബ്ജക്റ്റ്, ഒരു പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ്. അപ്പൊ നമുക്ക് തിയറി പഠിച്ചും മടുക്കത്തില്ല, പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് ചെയ്തും മടുക്കത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരു മടുപ്പില്ലാതെ പഠനം നമ്മൾ വളരെ രസകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നോട്ടിഫിക്കേഷൻസ് വരെയും അതിനനുസരിച്ച് എക്സാം ഡേറ്റ് വരികയും ചെയ്യും. അപ്പം നമുക്ക് എന്താണ് ഇനി ഏത് പഠിക്കണം എന്നറിയത്തില്ല. അപ്പോഴും നമ്മൾ പഠിച്ച കാര്യങ്ങൾ പലതും സെയിം തന്നെയായിരിക്കും. ചിലപ്പോൾ RRB, റെയിൽവേ പെട്ടെന്ന് കയറി വരും. അപ്പോഴും നമ്മൾ എന്താണ് പഠിച്ച കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്, പക്ഷെ ചോദിക്കുന്ന രീതിയിൽ മാത്രമാണ് വ്യത്യാസം. അപ്പോൾ കോൺസെപ്റ്റ് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്ക് കോൺസെപ്റ്റ് റിവൈസ് ചെയ്താൽ മതി. അതായത് ദിവസത്തിൽ ഒരു പകുതി സമയം കോൺസെപ്റ്റ് റിവൈസ് ചെയ്യുക, ബാക്കി ഹാഫ് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ച് ഉറക്കം വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. പക്ഷേ ഏത് തരത്തിലെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം, എങ്ങനെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം, എത്ര വീതം ചെയ്യണം, ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്, അപ്പം നമ്മൾ എന്താണ് അത് സുഗമമായി ചെയ്യാനായിട്ട് ചെയ്യണം, ഇതെല്ലാം നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കോഴ്സിൽ പറഞ്ഞു തരും. അപ്പോൾ ഈ വരുന്ന 15ഓളം എക്സാംസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക. അതായത് നമ്മുടെ സീസൺ ഓഫ് എക്സാംസ് വീണ്ടും തിരിഞ്ഞ് വരാൻ തുടങ്ങുന്ന ടൈമാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ടതാണ്. ബിക്കോസ് ഇഫ് യു വോണ്ട് ടു ഹാവ് എ സ്റ്റേബിൾ ആൻഡ് സ്ട്രോങ് കരിയർ, നമുക്ക് നമ്മുടെ പബ്ലിക് സെക്ടറിൽ ഒരു സ്റ്റേബിൾ ആയിട്ടും സ്ട്രോങ് ആയിട്ടുള്ള കരിയർ ആണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ ഇനിയും നിങ്ങൾ വൈകിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട ടൈം അതിക്രമിച്ചിരിക്കുന്നു. 2 വർഷം എന്ന് പറയുന്നത് പെട്ടെന്ന് പോകുന്ന ഒരു സ്പാനാണ്. നമ്മൾ വിചാരിക്കും 2 വർഷം ഉണ്ടല്ലോ, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമുക്കറിയാം വർഷങ്ങളും മാസങ്ങളും ഓടി ഓടി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 2 വർഷം എന്ന് പറയുന്നത് നമ്മൾ ഫോക്കസ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് ഏത് എക്സാം വന്നാലും കോൺഫിഡൻസോടെ എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ മോൾഡ് ചെയ്തെടുക്കുന്നതായിരിക്കും നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയും. അപ്പം അപ്കമിങ് എക്സാംസിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസും അല്ലെ എക്സ്പെക്ട് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. RRB, JEE, SSC, JEE ഒക്കെ ഇനി എല്ലാ വർഷവും എക്സാംസും ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാ വർഷവും നിങ്ങൾക്ക്, അതായത് വയസ്സിന്റെ ഒരു കൺസ്ട്രെയിൻ വരുന്നതിന് മുന്നേ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. ഇതെല്ലാം ഫുൾ ഫ്ലെഡ്ജിൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് യൂസ്ഫുൾ ആയിട്ട് വരും. സോ ഫൗണ്ടേഷൻ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെയുള്ള ഫോം ഫില്ല് ചെയ്താൽ മതി. നമ്മുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. എന്നാലും ഒരു ചുരുക്കത്തിൽ ഞാൻ നമ്മുടെ ഫീച്ചേഴ്സ് ഒന്ന് പറഞ്ഞുതരാം. 2 ഇയർ വാലിഡിറ്റി ആണ്. അത് 1 ഇയർ മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും ആൻഡ് 1 ഇയർ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സസിലേക്കുള്ള ആക്സസും ഉണ്ടായിരിക്കും. ആൻഡ് ഡ്യുവൽ മെന്റർഷിപ്പ് ആണ് ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് 2 മെന്റേഴ്സ് ഉണ്ടായിരിക്കും. ഒരു മെന്റർ ഞാനാണ്, വേറെ ഒരു റെഗുലർ മെന്ററും ഉണ്ടായിരിക്കും. സോ ദാറ്റ് നമ്മൾ കണ്ടിന്യൂസ്ലി നിങ്ങളെ മോണിറ്റർ ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ്സസിൽ നമ്മൾ അപ്പം ഫോക്കസ് ചെയ്യേണ്ടത്, അതായത് റീസെന്റ് വരാൻ പോകുന്ന എക്സാംസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തുക. അപ്പം എക്സാംസ് അടുപ്പിച്ച് നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസോട് കൂടി എക്സാം ഹാളിൽ പോകാനും പറ്റും. സോ നമുക്ക് ഇനിയുള്ള സ്പാൻ അല്ലെങ്കിൽ ഇനിയുള്ള നമ്മുടെ കയ്യിൽ ഇപ്പോൾ എക്സാംസ് ഇരിക്കുന്ന ഈ സീസൺ നമ്മൾ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ കോൺസെപ്റ്റ് സ്ട്രോങ് ആയി ബിൽഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി എക്സാംസ് വരുമ്പോൾ നമുക്ക് ആ രീതിയിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്ത് മാറിയാൽ മതി. ആൻഡ് സ്വിച്ച് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട്. സോ ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആസ് എ ടോൾഡ് ഏർലിയർ നിങ്ങൾക്ക് താഴെയുള്ള ഫോം ഫിൽ ചെയ്യാം. താങ്ക് യു.